വിജയദശമി ആഘോഷത്തിനൊരുങ്ങി നാഗ്പൂരിലെ RSS കേന്ദ്ര കാര്യാലയം. നാളെ നടക്കുന്ന പരിപാടിയിൽ മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് മുഖ്യാതിഥിയായി പങ്കെടുക്കും. ശതാബ്ദി വർഷത്തിൽ ഒരു വർഷം നീണ്ടുനിൽക്കുന്ന കാര്യപരിപാടികളാണ് സംഘം ആസൂത്രണം ചെയ്തിട്ടുള്ളത്. നാഗ്പൂരിലെ RSS കാര്യാലയത്തിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. സംഘം പിറന്ന മണ്ണിൽ നിന്ന് നാഗ്പൂരിൽ നിന്നുകൊണ്ടാണ് വിജയദശമി ദിനത്തിൽ സംഘത്തിന്റെ കാര്യപരിപാടികൾ ജനം TV പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. നമ്മളിപ്പോഴുള്ളത് സംഘത്തിന്റെ റേഷ്യംബാഗ് കാര്യാലയത്തിലാണ്. പുതിയ കാര്യാലയത്തിൽ അവിടെ ഡോക്ടർ ജിയുടെ സ്മൃതി മണ്ഡപം പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും. തൊട്ട് മുൻപിലായി ഗുരുജിയുടെ സ്മൃതി മണ്ഡപമുണ്ട്. ഈ റേഷ്യംബാഗിൽ ഈ സംഘസ്ഥാനിലാണ് തൃതീയ വർഷ ശിബിരാർത്ഥികൾ എത്തുന്നത്. ഒപ്പം സംഘത്തിന്റെ മുതിർന്ന അധികാരികൾ, മുതിർന്ന ചുമതലയുള്ളവരെല്ലാം തന്നെ ഈ കാര്യാലയത്തിൽ എത്തും. ഒപ്പം നാളത്തെ പരിപാടി സംഘം 100 വർഷം തികയുന്ന അവസരത്തിൽ വിജയദശമി ദിനത്തിൽ സംഘത്തിന്റെ പിറന്നാൾ ദിനത്തിൽ ഈ റേഷ്യംബാഗ് മൈതാനിയിലാണ് പൊതുപരിപാടി നടക്കുന്നത്. 7:15 കൂടിയാണ് സമ്പത നിശ്ചയിച്ചിട്ടുള്ളത്. സ്വയം സേവകരായിട്ടുള്ള മുഴുവൻ ആളുകളും നാഗ്പൂരിൽ മേഖലയിലെ സ്വയം സേവകരായിട്ടുള്ള ആളുകളെത്തും. വേദിയിൽ സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭഗവതും കൂടാതെ മുഖ്യ അതിഥിയായി ഭാരതത്തിന്റെ മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദുമാണ് എത്തുക. ഡോക്ടർ മോഹൻ ഭഗവത് സർസംഘചാലക് വിജയദശമി ദിന സന്ദേശം നൽകും. അതായത് സ്വയം സേവകർക്കുള്ള മാർഗനിർദ്ദേശം, അടുത്ത മുൻപിലേക്ക് മുന്നോട്ട് സംഘം എങ്ങനെ ചലിക്കണം എന്നത് സംബന്ധിച്ച കൃത്യമായ മാർഗനിർദ്ദേശമാകും പരിപാടിയിൽ മാർഗനിർദ്ദേശം സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭഗവത് നൽകുക. കൂടാതെ മുഖ്യ അതിഥിയായി എത്തുന്ന മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദും സംസാരിക്കും. അതിനുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. ഈ ഡോക്ടർ ജിയുടെ സ്മൃതി മണ്ഡപത്തിന് പിറകിലേക്ക് കാണുന്ന മൈതാനത്താണ്, റേഷ്യംബാഗ് മൈതാനിയിലാണ് പൊതുപരിപാടി നടക്കുന്നത്. അതിന്റെ ക്രമീകരണങ്ങളെല്ലാം അവിടെ നടക്കുകയാണ്. സുരക്ഷാ കാരണങ്ങളാൽ ഇന്ന് അവിടെ ഇത്തരത്തിൽ വീഡിയോ ഷൂട്ട് അനുവദിക്കില്ല എന്നുള്ളതാണ് അവർ അറിയിച്ചിട്ടുള്ളത്. ഡോക്ടർ ജിയുടെ സ്മൃതി മണ്ഡപത്തിന് പിറകിലായിട്ടുള്ള റേഷ്യംബാഗ് മൈതാനിയിലാണ് ആ ചടങ്ങ് നടക്കുന്നത്. ഇവിടെ കാര്യാലയത്തിൽ സംഘത്തിന്റെ 100ാം വർഷം എന്ന് പറയുമ്പോൾ മറ്റേതൊരു സംഘടനയാണെങ്കിലും അത്രയധികം വലിയ ബഹളവും ആഘോഷ പരിപാടികളും ഉണ്ടാവുമെങ്കിലും കഴിഞ്ഞ വിജയദശമി ദിനങ്ങൾ സംഘത്തിന്റെ വാർഷികങ്ങൾ എങ്ങനെയാണോ കടന്നുപോയത് അതിന് സമാനമായി തന്നെ, എന്നാൽ സമാജത്തിലേക്ക് കൂടുതൽ ആഴത്തിനിറങ്ങുന്നതിനുള്ള കർമ്മപരിപാടികൾ, കർമ്മ പദ്ധതികൾ, കാര്യപരിപാടികൾ തയ്യാറാക്കിക്കൊണ്ടാണ് സംഘം ഈ വർഷം മുൻപോട്ട് പോകുന്നത്. ഒപ്പം ശതാബ്ദി വർഷത്തിന്റെ കാര്യപരിപാടികൾക്ക് കൂടി നാളെ വിജയദശമി ദിനത്തോടെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന കാര്യപരിപാടികൾക്ക് കൂടി നാളെ തുടക്കമാവുകയാണ്. നാളത്തെ പരിപാടി 7 മണി മുതൽ മുഴുവൻ സമയം ലൈവായി നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കും. ഏതായാലും നമ്മൾ ഇപ്പോഴുള്ളത് റേഷ്യംബാഗിലെ സംഘ കാര്യാലയത്തിലാണ്, നാഗ്പൂരിലെ കാര്യാലയത്തിലാണ്. ഇവിടെ നാളെ വിജയദശമി ദിനത്തിലുള്ള പരിപാടിക്കുള്ള തയ്യാറെടുപ്പുകളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്.